പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ നീക്കം ശക്തമാക്കി ഇന്ത്യ. 13 രാഷ്ട്രത്തലവന്മാരുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാം ആക്രമണത്തിൽ പാക് ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി. സിന്ധു നദിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും നൽകില്ലെന്ന് ആവർത്തിച്ച ഇന്ത്യ പാകിസ്ഥാനെതിരായ നിലപാട് കടുപ്പിച്ചു. ഇന്ത്യ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറാണെന്നും പാക് പ്രധാനമന്ത്രി പ്രതികരിച്ചു. ഭീകരതയ്ക്കെതിരെ നടപടി തുടങ്ങിയ ഇന്ത്യ നയതന്ത്ര തലത്തിലും പാകിസ്ഥാനെതിരെ നീക്കം കടുപ്പിക്കുകയാണ്. 13 രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും 30 രാജ്യങ്ങളുടെ അംബാസഡർമാരുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയും പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ബന്ധം ലോകരാജ്യങ്ങളെ ബോധിപ്പിച്ചു. സാങ്കേതികമായി ശേഖരിച്ച തെളിവുകളുടെ വിശദാംശങ്ങളാണ് ലോകരാജ്യങ്ങളെ അറിയിച്ചത്. സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് യുദ്ധമായി കണക്കാക്കുമെന്ന പാക് ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ. ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് നൽകില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ചു. പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടയാൻ സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. വിഷയത്തിൽ പാക് രാഷ്ട്രീയ നേതൃത്വം പ്രകോപനം തുടരുകയാണ്. വെള്ളം മുടക്കിയാൽ ഇന്ത്യയിൽ ചോരപ്പുഴ ഒഴുകുമെന്നായിരുന്നു പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ പ്രതികരണം. സിന്ധു നദി പാകിസ്ഥാന്റേതെന്നും ബിലാവൽ ഭൂട്ടോ പ്രതികരിച്ചു. ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് കൂടുതൽ വ്യക്തമാകുന്നതിനിടെ നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറെന്ന പ്രതികരണവുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തു വന്നു. എന്നാൽ പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ലെന്ന പതിവ് നിലപാട് ഷഹബാസ് ആവർത്തിച്ചു. അതിനിടെ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറായി സൗദിയും ഇറാനും രംഗത്ത് വന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ 3 ലഷ്കർ ഭീകരരുടെ വീടുകൾ കൂടി തകർത്ത് സുരക്ഷാസേന. ഇതോടെ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി തകർത്ത വീടുകളുടെ എണ്ണം 5 ആയി. അതേസമയം നിയന്ത്രണ രേഖയിൽ പ്രകോപനം തുടരുന്ന പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു. എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കാൻ സജ്ജമാണെന്നും ജാഗ്രത തുടരുന്നതായും കരസേന പ്രതികരിച്ചു. ഭീകരർക്കെതിരായ നടപടി സുരക്ഷാസേന തുടരുകയാണ്. ലഷ്കർ കമാൻഡർ ഷാഹിദ് അഹമ്മദിന്റെ ഷോപ്പിയാൻ ചോട്ടിപ്പാറയിലെ വീടും സാക്കിർ അഹമ്മദ് ഗനിയുടെ കുൽഗാം മദൽഹാമയിലെ വീടുമാണ് തകർത്തത്. 4 വർഷമായി ഭീകരപ്രവർത്തനങ്ങൾ സജീവമായ ഷാഹിദ് അഹമ്മദ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഭീകരനാണ് സാക്കിർ അഹമ്മദ് ഗനി. ഇന്നലെ ലഷ്കർ ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കർ, ആസിഫ് ഷെയ്ഖ് അസ്ഹാൻ ഉൽ ഹക്ക് എന്നിവരുടെ വീടുകൾ അധികൃതർ തകർത്തിരുന്നു. जो सस्पेक्ट है पहलगाम टेरर अटैक में एहसान शेख का भी नाम आ रहा है, तो आज यहाँ पर ये कार्रवाई अंजाम दी गई है. ये डेब्रिस में तब्दील किया गया है. आईडी ब्लास्ट में पूरा मकान इस वक्त मलबे में तब्दील हो गया है. അതേസമയം നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ 2ാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഇന്ത്യൻ പോസ്റ്റുകൾ ലക്ഷ്യം വെച്ച് നിയന്ത്രണ രേഖയിൽ വിവിധയിടങ്ങളിലായിരുന്നു ആക്രമണം. ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു. പിന്നാലെ ഏതു സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന വീഡിയോ കരസേന സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18.